റളിയല്ലാഹു മുആവിയയും സന്നദ്ധമാകുന്നത്. ആ സന്ധി സംഭാഷണത്തിൽ അലി റളിയല്ലാഹു അൻഹു പ്രതിനിധീകരിച്ചിരുന്നത് വയോവൃദ്ധനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മറുഭാഗത്ത് മുആവിയെ പ്രതിനിധീകരിച്ചിരുന്നത് അംർ ഇബ്നു അസ് ആയിരുന്നു. അങ്ങനെ അവർക്കിടയിൽ ഐക്യ സംഭാഷണം നടന്നു. ആ സംഭാഷണത്തിൽ അംർ ഇബ്നു അസ് തീർച്ചയായും തന്ത്രം പ്രയോഗിച്ചു. അങ്ങനെ അവർക്കിടയിലുണ്ടായ ആ തന്ത്രപ്രയോഗം വഴി, അഥവാ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിരിക്കുന്നു, നിലവിലുള്ള രണ്ടാളുകളെയും സ്ഥാനത്ത് നിന്ന് മാറ്റുക, പകരം പുതിയൊരാളെ തിരഞ്ഞെടുക്കുക. അതിനാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് സ്ഥാനത്ത് ഞാനിതാ പിൻവലിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് അംർ ഇബ്നു അസ് പറഞ്ഞു, ഏതായിരുന്നാലും ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച അബൂ മൂസൽ അശ്അരി പിൻവലിച്ച സ്ഥിതിക്ക് ഇനി അവശേഷിക്കുന്ന ഒരു ഖലീഫയുള്ളൂ. അതിനാൽ അദ്ദേഹത്തെ എല്ലാവരും ഖലീഫയെ അംഗീകരിക്കുക, മുആവിയ ഖലീഫയായി അംഗീകരിക്കുക എന്ന് പറഞ്ഞു. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം അത് അംഗീകരിച്ചില്ല. അങ്ങനെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഭാഗത്തിൽ നിന്ന് ഒരു കൂട്ടർ പറഞ്ഞു, മാധ്യസ്ഥൻ നിശ്ചയിച്ചത് ശരിയല്ല, കാരണം തീരുമാനമെടുക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ലാ ഹാക്കിമ ഇല്ലല്ലാഹ് ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധിക്കധികാരം അള്ളാഹുവിനല്ലാതെ ഇല്ല, അള്ളാഹു അല്ലാതെ വിധികർത്താവില്ല. ഈ രണ്ട് പ്രയോഗവും അടിസ്ഥാനപരമായി ശരിയാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്യമാണ്. ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന വാക്യം ഒരിക്കലും അടിസ്ഥാനപരമായി തെറ്റായ ഒരു കാര്യമേയല്ല, കാരണം അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തൗഹീദിൻ്റെ വശമാണ്. ഇത് രണ്ടും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, ജനങ്ങളെ തീരുമാനമെടുക്കാൻ വിടാൻ പാടില്ല എന്ന്, അഥവാ ജനങ്ങൾ ചെയ്യേണ്ടതില്ല, അള്ളാഹു തീരുമാനമെടുക്കുമെന്ന്. അതുകൊണ്ടാണ് ഹദറത്ത് അലി റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞത്, കലിമത്തു ഹക്കിൻ ഉരീദ ബിഹൽ ബാത്തിൽ. ഇത് വളരെ സത്യമായ ഒരു വാക്കാണ്, പക്ഷേ ഉദ്ദേശിക്കപ്പെട്ട് അതുകൊണ്ട് അസത്യമായ കാര്യമാണ്, അന്യായമായ കാര്യമാണ്. പറഞ്ഞത് സത്യസന്ധമായ വാക്കാണ്, പക്ഷേ ഉദ്ദേശിക്കപ്പെട്ട തെറ്റായ കാര്യമാണ് എന്നായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം. എന്തായിരുന്നു ഖവാരിജികളുടെ വാദം? ഖവാരിജികളുടെ വാദം മനുഷ്യൻ തീരുമാനിക്കേണ്ടതില്ല, മനുഷ്യനൊന്നും പണിയെടുക്കേണ്ടതില്ല, അള്ളാഹു തീരുമാനിക്കുമെന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക രാഷ്ട്രവും സ്ഥാപിക്കാൻ വേണ്ടി മനുഷ്യരൊന്നും ചെയ്യേണ്ടതില്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് കൊണ്ടുവന്നരും. അത് സകാത്ത്, ധനമുണ്ടാകുമ്പോൾ സകാത്ത് കൊടുക്കുന്ന പോലെ അള്ളാഹു കൊണ്ടുവന്നാൽ നടപ്പാക്കേണ്ടതാണ് ഇസ്ലാമിക ഭരണമെന്നും അതാണ് ഇസ്ലാമിക നിയമമെന്നും പറയുന്ന മുജാഹിദ് സുഹൃത്തുക്കളല്ലേ യഥാർത്ഥത്തിൽ ഖവാരിജികളുടെ നിലപാട് സ്വീകരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് മനുഷ്യൻ ചെയ്യേണ്ടതില്ല എന്നല്ല, മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അള്ളാഹുവിൻ്റെ നിയമവും പ്രവാചകൻ സ്വലമയുടെ ചര്യയും നടപ്പാക്കേണ്ടത്. അഥവാ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിയമവും പ്രവാചകൻ്റെ ചര്യയും നടപ്പാക്കാൻ വേണ്ടി രാഷ്ട്രീയ ഭരണമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർ നിയമം നടപ്പാക്കണം, അവർ അതിനുവേണ്ടി അധ്വാനിക്കണം, അവർ കൂടിയാലോചിക്കണം, അവർ തീരുമാനമെടുക്കണം. അതാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത്. അഥവാ ഇസ്ലാമിക ഭരണവും രാഷ്ട്രീയവും ഒക്കെ നടപ്പാക്കാൻ വേണ്ടി വിശ്വാസികളായ ആളുകൾ പണിയെടുക്കുകയും അതിനുവേണ്ടി അവർ കൂടിയാലോചിക്കുകയും അവർ ഇജ്തിഹാദ് ചെയ്യുകയും അവർ അധ്വാനിക്കുകയും വേണമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോൾ, അതൊക്കെ താനവരും അവിടെ പണിയെടുക്കേണ്ടതില്ല, അനിസ്ലാമിക ഭരണത്തിനെ പണിയെടുക്കേണ്ടതുള്ളൂ, ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക രാഷ്ട്രീയത്തിലും പണിയെടുക്കേണ്ടതില്ല എന്ന് പറയുന്ന, അതൊക്കെ അള്ളാഹു ഇങ്ങോട്ട് കൊണ്ടുവന്നവരും അറിയുന്നത് ഖവാരിജികളുടെ വാദം യഥാർത്ഥത്തിൽ ആരുടേതാണ്? ഖവാരിജികളുടെ വാദം ജമാഅത്ത് ഇസ്ലാമിക്കാരുടേതല്ല, ജമാഅത്ത് വിമർശകരാണ് ഖവാരിജികളുടെ വാദം കൊണ്ട് നടക്കുന്നത്. പക്ഷേ അവരോട് പക്ഷേ പറയുന്നില്ലായിരിക്കാം ഇനൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ലാ ഹക്കമ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സത്യമായ വാക്ക് പറയാതെ അസത്യത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നതാണ്. ഖവാരിജികൾ സത്യമായ വാക്ക് പറഞ്ഞുകൊണ്ട് അസത്യം ഉദ്ദേശിച്ചതുകൊണ്ട് ഇവർ സത്യമായ വാക്ക് പറയുന്നില്ല, അതേസമയം അവർ ഖവാരിജികൾ പുലർത്തി അതേ നിലപാട് പുലർത്തുന്നു എന്നതാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ഇത് താൻ നടപ്പാവും, അള്ളാഹു തീരുമാനിച്ചോളും എന്നാണ് പറയുന്നത്. അതിനാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഖവാരിജികളുടെ നിലപാട് സ്വീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ല, മുജാഹിദ് സഹോദരന്മാരാണ് എന്ന കാര്യം നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിക്കുന്ന അതിശക്തമായ ആരോപണങ്ങളിലൊന്ന്, ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തും ലോകത്തും തീവ്രവാദവും ഭീകരപ്രവർത്തനവും വളർത്തിയെന്നാണ്. അഥവാ ഇന്ത്യ രാജ്യത്തും ലോകത്തുമൊക്കെ തീവ്രവാദത്തിനും ഭീകരപ്രവർത്തനത്തിനും കാരണം ജമാഅത്ത് ഇസ്ലാമിയാണ്. അതിനൊന്നുകൂടി പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ സയ്യിദ് അബുൽ അലാ മൗദൂദി പ്രസിദ്ധീകരിച്ച അൽ ജിഹാദ് ഫിൽ ഇസ്ലാമാണ് ഇതിന് കാരണം എന്നുവരെ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് നമുക്ക് നന്നായി അറിയാം. 1926 അബ്ദുൾ റഷീദ് എന്ന ഒരാൾ ഇന്ത്യയിലെ ശുദ്ധി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന ശ്രദ്ധാനന്ദ സ്വാമിയെ കൊലപ്പെടുത്തുകയുണ്ടായി. അത് ഇന്ത്യൻ സമൂഹത്തിൽ വമ്പിച്ച ആഘാത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. മാത്രമല്ല ഇസ്ലാമിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമായ മഹാത്മാഗാന്ധി പോലും ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു, ഒരു കയ്യിൽ വേദഗ്രന്ഥവും മറുകൈയിൽ വാളുമായി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു. അവിധം ഇസ്ലാം ഗുരുതരമായി തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ വെച്ച് മൗലാന മുഹമ്മദ് അലി ഒരു ചരിത്രപ്രധാനമായ പ്രസംഗം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിലെ ജിഹാദ് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ആ ജിഹാദിനെക്കുറിച്ച് യഥാർത്ഥമായി കാര്യങ്ങളെല്ലാം പഠിച്ച് പ്രാമാണികമായ പണ്ഡിതോചിതമായ ഗ്രന്ഥം എഴുതുന്ന ഏതെങ്കിലും ഒരു
വ്യക്തിയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, സമുദായത്തിന് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ഒരു വിലാപകാവ്യം പോലെ തൻ്റെ സങ്കടം ഉണർത്തി. ഇത് കേൾക്കാനിടയായ മൗലാന സയ്യിദ് അബുൽ മൗദൂദി ചരിത്രപരമായ ഈ നിയോഗം, അന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അനിവാര്യമായ ഈ ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണുണ്ടായത്. അങ്ങനെയാണ് അതാദ്യം തൻ്റെ പത്രത്തിൽ ഗണ്ഡഷിയായി അൽ ജിഹാദ് ഫിൽ ഇസ്ലാം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന മുൻകൈയെടുത്തത് സെയ്ദ് സുലൈമാൻ നദിയെ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതരാണ്. മാത്രമല്ല മൗലാന മുഹമ്മദ് അലി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൃതികളിൽ ഒന്ന് ഇതായിരുന്നു. ഇസ്ലാമിലെ ജിഹാദ് എന്തെന്ന് വിശദീകരിക്കുന്ന ഇന്നും ലോകത്തിലെ ഏറ്റവും ആധികാരികമായ ജിഹാദിനെക്കുറിച്ച ഗ്രന്ഥമാണ്. അതിലൊരിടത്ത് പോലും തീവ്രവാദത്തെയോ ഭീകരപ്രവർത്തനത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നതായെന്ന് അതൊരു തവണ വായിച്ച് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്ലാമിക രാഷ്ട്രം യുദ്ധം ചെയ്യുക എന്നല്ലാതെ ഏതെങ്കിലും വ്യക്തികളോ ഗ്രൂപ്പുകളോ ആയുധമെടുത്ത് പൊരുതുന്നതിനെ, ഭീകരപ്രവർത്തനത്തെ, തീവ്രവാദ നിലപാടിനെ ഒരിടത്ത് പോലും ഒരൊറ്റ വരിയിൽ പോലും സയ്യിദ് അബുൽ മൗദൂദി അതിൽ അനുകൂലിച്ചിട്ടില്ല. ഇസ്ലാമിലെ സായുധ ജിഹാദ് അഥവാ യുദ്ധം നടത്തുവാൻ അനിവാര്യമായ ഒരു നേതൃത്വവും അംഗീകൃതമായ ഒരു നേതൃത്വവും ഭരണകൂടവും എന്ന് സമർത്ഥിക്കുന്നതാണ് ആ ഗ്രന്ഥം. മാത്രമല്ല ലോകത്ത് ഇന്നോളം നടന്ന യുദ്ധങ്ങളുടെ കെടുതികളും യഥാർത്ഥ ആ യുദ്ധങ്ങൾക്ക് കാരണമൊന്നും മുസ്ലിങ്ങളും ഇസ്ലാമും അല്ല എന്നും സമർത്ഥിക്കുന്ന, ഇസ്ലാമിലെ ജിഹാദ് എന്തെന്ന് വളരെ വിശദമായി ആധികാരികമായി പ്രമാണയുക്തമായി വിശദീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥമാണ്. അത് തീവ്രവാദത്തിനോ ഭീകരപ്രവർത്തനത്തിനോ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ തീവ്രവാദികളും ഭീകരപ്രവർത്തകരും ആവേണ്ടിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരാണല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ അവസ്ഥ എന്നോർത്ത് നോക്കൂ. പാകിസ്ഥാനിൽ സയ്യിദ് മൗദൂദി വിഭജനത്തിന് ശേഷം അവിടെയാണ് പോയത്. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എഴുതിയത് 1928 പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ 1920 അവസാനത്തിലാണ് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം പുറത്തു വന്നത്. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഒന്നിലേറെ തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിരോധിക്കപ്പെട്ട ഘട്ടത്തിൽ പോലും ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനും ഒളിപ്രവർത്തനത്തിലോ ഭീകരപ്രവർത്തനത്തിലോ തീവ്രവാദ പ്രവർത്തനത്തിലോ ഏർപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ പട്ടാള ഭരണം പലപ്പോഴും നിലനിന്നിട്ടുണ്ട്. തികഞ്ഞ ഏകാധിപത്യം നിലനിന്നിട്ടുണ്ട്. സയ്യിദ് മൗദൂദിക്കെതിരെ വധശ്രമം നടത്തിയിട്ടുണ്ട്. സയ്യിദ് മൗദൂദിയെയും സഹപ്രവർത്തകരെയും ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പോലും ഒരിക്കൽ പോലും തീവ്രവാദത്തിൻ്റെയോ ഭീകരപ്രവർത്തനത്തിൻ്റെയോ നേരിയ ഒരു രീതി പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പാകിസ്ഥാനിൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ ജമാഅത്ത് പ്രവർത്തകന്മാർ ഭീകരവാദമോ തീവ്രവാദമോ ചെയ്തതായി ആർക്കും തെളിയിക്കുക സാധ്യമല്ല. ഇതുതന്നെയാണ് ബംഗ്ലാദേശിൻ്റെ അനുഭവം. ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ 10,000-കണക്കിന് വർഗീയലാപങ്ങൾ നടന്നിട്ടുണ്ട്. 10,000-ലേറെ വർഗീയലാപങ്ങൾ നടന്നിട്ടുണ്ട്. ആ വർഗീയലാപങ്ങളിൽ ഈ രാജ്യത്തെ പല ജനസമൂഹങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ വർഗീയലാപത്തിൽ ഒരൊറ്റ ജമാഅത്ത് പ്രവർത്തകൻ പ്രതിയായി ചേർക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നല്ല, പ്രതിയായി ചേർക്കപ്പെട്ടു പോലുമില്ല എന്നതാണ് വസ്തുത. ഈ രാജ്യത്ത് നടന്ന 10,000-ലേറെ വർഗീയലാപങ്ങൾ സൂക്ഷ്മമായ പഠനത്തിനും വിശകലനത്തിനും വിധേയമായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ 2 തവണ നിരോധിച്ചുകൊണ്ട് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഗ്രന്ഥങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായ വിശകലനത്തിന് ഈ രാജ്യത്തിന് ഭരണകൂടം വിധേയമാക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരൊറ്റ കലാപത്തിൽ, ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ, ഒരു ഭീകര പ്രവർത്തനത്തിൽ ഒരൊറ്റ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പങ്കെടുത്താൽ ഇന്നോളം തെളിയിക്കപ്പെട്ടില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമി അതിനെതിരാണ്. സയ്യിദ് അബുൽ മൗദൂദി തന്നെ തൽസംബന്ധമായി പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയ മാറ്റത്തിന് സായുധമാർഗം സ്വീകരിക്കുകയില്ലെന്നും പ്രവർത്തനം തീർത്തും സമാധാനപരമായിരിക്കുമെന്നതാണ് ജമാഅത്തിൻ്റെ സമീപനം. അദ്ദേഹം പറയുന്നു, എല്ലാ അപകടങ്ങളെയും നഷ്ടങ്ങളെയും സഹിച്ചുകൊണ്ട് സമാധാന മാർഗത്തിലൂടെ സത്യവാക്യം ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഫലമായി തടവറയിൽ കഴിയേണ്ടി വന്നാലും കൊലമരത്തിൽ കയറേണ്ടി വന്നാലും ശരി. തസ്രീഹാത്ത് പുറം 57. മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അവസാനത്തെ ഉപദേശം ഇതാണ്: നിങ്ങൾ രഹസ്യ സംഘടനകൾ നടത്തുകയോ സായുധ വിപ്ലവത്തിന് ശ്രമിക്കുകയോ ചെയ്യരുത്. ഇതും അക്ഷമയുടെയും ധൃതിയുടെയും മറ്റൊരു രൂപമാണ്. ഫലം കണക്കിലെടുക്കുമ്പോൾ മറ്റു രൂപങ്ങളെക്കാൾ വിനാശകരവും. തഫീമാത്ത് പുറം 362. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പ്രയോഗതലത്തിലോ താത്വിക തലത്തിലോ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനത്തെയോ വിധ്വംസ പ്രവർത്തനത്തെയോ അട്ടിമറിയോ ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിട്ടില്ല. സയ്യിദ് അബുൽ മൗദൂദി പിന്തുണച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണം യഥാർത്ഥത്തിൽ വ്യാജമാണെന്ന് മാത്രമല്ല, ജമാഅത്തിനെതിരെയുള്ള കൽപ്പിതമായ ഒരു കഥയാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതേസമയം യഥാർത്ഥത്തിൽ ആരാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ലോക സലഫികളെക്കുറിച്ച് സംബന്ധമായി ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ തീർച്ചയായും അവിടുത്തെ അമേരിക്കൻ അധിനിവേശത്തിലെ പോരാട്ടം നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് സോവിയറ്റ് യൂണിയനെതിരെ സമരം നടന്നിട്ടുണ്ട്. അപ്രകാരം തന്നെ ഇറാഖ്